ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് IBLS. ഞാൻ വാളക്കുഴി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2021 ഏപ്രിൽ മാസത്തിലാണ്. ഞാനൊരു നേഴ്സാണ്. എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു. കൊറോണ സമയത്ത് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടതുപോലെ എൻ്റെ ഹസ്ബൻഡിനും ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു. പിന്നീട് വിദേശത്തേക്ക് പോകുവാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല. ആ സമയത്താണ് ഞാൻ B2 പഠിക്കാൻ തീരുമാനിച്ചതും അതിനുവേണ്ടി ജോയിൻ ചെയ്തതും. അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ B2 പഠിച്ചു. 2 പ്രാവശ്യം പരീക്ഷ എഴുതിയെങ്കിലും പാസ്സായില്ല. അതിനുശേഷം എനിക്ക് ഇത് പഠിക്കാൻ സാധിച്ചിരുന്നില്ല. എനിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കുറേ കാലത്തേക്ക് ഇത് പഠിച്ചില്ല. പിന്നെ ഞാൻ ഒന്നുകൂടി എഴുതി നോക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ജോസഫ് അച്ഛനെ കാണാൻ പരിശ്രമിച്ചെങ്കിലും നടന്നില്ല. മറ്റൊരച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ നല്ലൊരു ഗന്ധം അനുഭവപ്പെട്ടു. ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ രൂപത്തിൽ നിന്നായിരിക്കും ആ മണം വരുന്നതെന്ന്. ഞാൻ ചുറ്റിനും നോക്കിയെങ്കിലും അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി. പഠിക്കുമ്പോഴെല്ലാം ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എക്സാമിന് പോയി മാതാവിൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ മാലയിൽ ഇട്ടുകൊണ്ടാണ് പോയിരുന്നത്. ഓരോ ആൻസർ എഴുതുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം ആ ആൻസറിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പേപ്പർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ പേപ്പർ കൊടുത്തിരുന്നത്. എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയിരുന്നത് സ്പീക്കിംഗ് ആയിരുന്നു. എങ്കിലും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 4 മൊഡ്യൂളിലും വെച്ച് ഏറ്റവും കൂടുതൽ മാർക്കുണ്ടായിരുന്നത് ആ സ്പീക്കിങ്ങിന് തന്നെയായിരുന്നു. അങ്ങനെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് B2 പാസ്സാകുവാൻ സാധിച്ചു. ഇതിനിടയിലും എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു, ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഇൻ്റർവ്യൂകളെല്ലാം പാസ്സാകുന്നുണ്ട്, പക്ഷേ ഒന്നും പോകാൻ സാധിച്ചിരുന്നില്ല. പല തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെ 2023 ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചാണ് ഇവിടുത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ജപമാല ചൊല്ലി കുറച്ച് ദൂരം പോയപ്പോൾ എൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. നല്ല വെയിലാണ്, ഇനി എങ്ങനെ മുന്നോട്ട് നടക്കും എന്നോർത്ത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഒരു ചെരുപ്പ് വാങ്ങി തന്നു. എങ്കിലും അതെനിക്ക് ഇടാൻ തോന്നിയില്ല. ഞാൻ ചെരുപ്പില്ലാതെ തന്നെ ആ ജപമാല റാലി പൂർത്തിയാക്കി. ഞങ്ങൾ പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡിനൊരു കോൾ വന്നു. സൗദിയിലേക്കുള്ള ടിക്കറ്റ് ശരിയായി, 2-3 ദിവസത്തിനുള്ളിൽ തന്നെ പോകാൻ സാധിക്കും. അങ്ങനെ 2023 നവംബർ 1 ഹസ്ബൻഡ് സൗദിയിൽ ജോലിക്ക് പ്രവേശിച്ചു. ഇതിനിടയിൽ എൻ്റെ B2വിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഏജൻസിയിൽ കൊടുക്കുകയും അതിൻ്റെ പ്രോസസ്സിങ് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തിട്ട് ഒരു 3-4 മാസമായിട്ടും അവിടെ പേപ്പർ വർക്കിന് പ്രോഗ്രസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ അവിടുന്ന് ആ സർട്ടിഫിക്കറ്റ് എല്ലാം മാറ്റി വേറൊരു ഏജൻസിയിൽ കൊടുത്തു. അവിടെയും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. പിന്നെ 2024 ഒക്ടോബർ മാസത്തിൽ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. ജപമാല റാലിയിൽ ഈ പ്രാവശ്യം ഞാൻ ചെരുപ്പ് ഉപയോഗിക്കാതെ തന്നെ ജപമാല റാലി പൂർത്തിയാക്കും എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുന്ന് ജപമാല റാലി തുടങ്ങിയപ്പോൾ തന്നെ ഞാനെൻ്റെ ചെരുപ്പ് ഊരി ബാഗിൻ്റെ അകത്ത് വെച്ചു. ജപമാല റാലി മുഴുവൻ സമയം കൊന്ത ചൊല്ലി ജപമാല റാലി പൂർത്തിയാക്കാൻ സാധിച്ചു. അതിനുശേഷം നവംബർ 1 എനിക്ക് ജോബിനുള്ള കോൺട്രാക്റ്റ് വന്നു. അതിനുശേഷമാണ് എൻ്റെ പേപ്പർ വർക്കുകൾ ഇച്ചിരി സ്പീഡപ്പ് ആകാൻ തുടങ്ങിയത്. ഈ ഫെബ്രുവരി മാസം എനിക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസയും ടിക്കറ്റും വന്നു. ഈ 14 വെള്ളിയാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.